ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഏകാദശി വിഭവമാണ് ഉണ്ടാക്കുന്നത്, രസ്മലായി. ഭഗവാന് വളരെ ഇഷ്ടമാണ്, നല്ല മധുരമാണ്. നമുക്ക് ഏകാദശിക്കൊക്കെ ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാം. നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് പാലെടുക്കുക. നല്ല കട്ടിയുള്ള പാലായിരിക്കണം, അധികം വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നാരങ്ങാനീര് ഒന്നിച്ച് ചേർക്കരുത്. കുറച്ച് നാരങ്ങാനീര്, ഇപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ അരമുറി നാരങ്ങയാണ് ഞാൻ എടുത്തത്, അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തു. അതായത് കോൺസെൻട്രേറ്റഡ് നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കരുത്, ഡൈല്യൂട്ട് ആക്കണം. അത് ഇങ്ങനെ പാല് തിളച്ച് വരുമ്പോഴേക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. തീ നന്നായിട്ട് സിമ്മിലാക്കുകയോ അതല്ലെങ്കിൽ നിർത്തിയിട്ടോ ഒഴിച്ചാലും മതി. കാരണം പാല് നന്നായിട്ട് തിളച്ചതാണല്ലോ, നല്ല ചൂടുണ്ട്. ആ ചൂടിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഇരിക്കുമ്പോഴേക്കും അതിങ്ങനെ നമുക്കറിയാലോ പനീറായിട്ട് മാറും. ഇങ്ങനെ പിരിഞ്ഞ് പനീറായിട്ട് മാറും. ശ്രദ്ധിക്കേണ്ടത് നല്ല പുളിയുള്ള ആ നാരങ്ങയുടെ നീര് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്തിട്ട് വേണം ഒഴിക്കാൻ. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ചൂടിലാണ് ഒഴിക്കേണ്ടത്. തീ സിമ്മിൽ വെക്കണം, അതല്ലെങ്കിൽ തീ നിർത്തണം. ഇങ്ങനെ ഈ പനീറായതിനു ശേഷം ഈ പനീർ നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ച് ഊറ്റി വെക്കണം. അങ്ങനെ ഈ അരിപ്പയിലേക്ക് ഞാനിങ്ങനെ അരിച്ചൂറ്റി, എന്നിട്ട് അതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഞെക്കി നമ്മൾ അമർത്തി കൊടുത്ത് കളയണം. അതിനുശേഷം ഇതിലൊരു എന്തായാലും ഒരു നാരങ്ങയുടെ ഒരു പുളിപ്പ് കാണും. അപ്പോൾ കുറേശ്ശെ തണുത്ത വെള്ളം ഒഴിച്ച് ഇളക്കി വീണ്ടും അതിൽ ആ പുളിപ്പൊക്കെ മാറ്റി നന്നായിട്ട് ആ വെള്ളമെല്ലാം ഊറ്റി പോകണം. ഒന്നുകിൽ നമുക്ക് തുണിയിൽ കെട്ടി വെച്ചിട്ട് നമുക്കെടുക്കാം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, നന്നായിട്ട് അമർത്തി അതിൽ ആ വെള്ളം കളഞ്ഞാൽ മതി. അതിനുശേഷം വെള്ളം നന്നായിട്ട് പോയ ആ പനീർ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കൈകൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് കുഴയ്ക്കണം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരും. നമ്മളിങ്ങനെ പതിയെ കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഒരു 6-7 മിനിറ്റ് കുഴച്ചു. അപ്പോഴേക്കും ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് ഇത് ഈ രസ്മലായിയുടെ രീതിയിലേക്ക് മാറ്റണം. അതിനായിട്ട് ചെറിയ ബോൾസായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഏത് ആകൃതിയിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെറിയൊരു കട്ട്ലറ്റിൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ തീരെ തിന്നുമാകരുത്. ആ ഒരു പരുവത്തിന് നമ്മളിങ്ങനെ ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിയ പോലൊക്കെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ഒരു 6-7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് കുഴച്ചോളൂ. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഈ രീതിയിലാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പനീർ മുഴുവൻ ഇതേ രീതിയിൽ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പഞ്ചസാര പാനിയിൽ സോക്ക് ചെയ്യണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എത്രയാണോ പനീറുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പനീറിൻ്റെ ബോൾസ് അതിലേക്ക് ഇടണം. ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. ഒന്ന് ചെറിയ തീയിൽ, ചെറിയ തീയിലല്ല മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മളിത് ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കി കൊടുത്ത് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇച്ചിരി പഞ്ചസാര പാനിയൊക്കെ കോരി ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് പറ്റുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടാൻ ശ്രമിക്കാവൂ, അല്ലാതെ തിരിച്ചിടാൻ ശ്രമിക്കരുത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കുകയും വീണ്ടും അടച്ചു വെക്കുകയും അങ്ങനെ ചെയ്ത് വേണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയില്ല അടിയിൽ പഞ്ചസാര പിടിച്ചു പോകുമോ എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നന്നായിട്ട് വീർത്ത് വരും. നമ്മൾ ഇട്ട ആ രസ്മലായിയുടെ ഇരട്ടി വലുപ്പത്തിലേക്ക് ഇത് വരും. ആ സമയം നമ്മളത് പതിയെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് ഇതിലേക്ക് നന്നായിട്ട് ഈ പഞ്ചസാര പാനി പിടിക്കണം. അങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി വെക്കാം.
ഇതിലിപ്പോൾ നന്നായിട്ട് പഞ്ചസാര പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പതിയെ ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എക്സസ് ആയിട്ട് ഉള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ, ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ അതിങ്ങ് പോവുകയും ചെയ്യും. പനീർ ബോൾസ് മാറ്റി വെക്കണം. അതിനുശേഷം ഇതിടാനുള്ള മിൽക്ക് ബേസ് നമുക്കുണ്ടാക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ അടുപ്പയിൽ പാൻ വെച്ചിട്ട് പാലൊഴിക്കുക. കട്ടിയുള്ള പാലായിരിക്കണം, വെള്ളമൊന്നും ചേർക്കാത്ത പാല്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഇങ്ങനെ ഒന്ന് കുറുകി വരണം. അതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ ഏലക്ക ചതച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ പാല് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ കേസരി പൗഡർ ചേർത്താലും മതി പാലിൽ കലക്കി. അതിനുശേഷം അതിലേക്ക് ഞാൻ ബദാം, പിസ്ത ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം പാലിൽ നന്നായിട്ട് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കണം. ഈ പാല് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പനീറിൻ്റെ ബോൾസ് നന്നായിട്ട് എടുത്ത് ഞെക്കി അതിൽ ആവശ്യമില്ലാത്ത വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം ഈ പനീർ ബോൾസിലേക്ക് തണുത്ത പാലാണ് ഒഴിക്കേണ്ടത്. തണുത്ത പാലൊഴിച്ച് നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രീസറിലൊന്നും വെക്കണ്ട, താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് തണുക്കണം. ആ രീതിയിലാണ് നമ്മൾ രസ്മലായി കഴിക്കുന്നത്. വളരെ നല്ലതാണ്. ഭഗവാനെ നൈവേദ്യമായിട്ട് വെക്കാനായിട്ട് പറ്റും. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ്, പക്ഷേ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല രുചിയാണ്. പാലിങ്ങനെ വറ്റി പഞ്ചസാരയും ചേർന്ന് വറ്റി വരുമ്പോഴേക്കും അത് നല്ല മണമൊക്കെയാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. ഹരേ കൃഷ്ണ.